സിന്ധു നദീജലം പാകിസ്ഥാന് നൽകുന്നത് തടഞ്ഞ നടപടി വിജയമായതോടെ സമാന നീക്കങ്ങൾ ശക്തമാക്കാൻ ഭാരതം. അഫ്ഗാനിസ്ഥാനുമായുള്ള പാകിസ്ഥാന്റെ നദീജല ഇടപാടുകൾ നിയന്ത്രിക്കാനുള്ള തന്ത്രമാണ് ഭാരതം മുന്നോട്ട് വയ്ക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ സുപ്രധാന നദിയിൽ ഡാം നിർമ്മിക്കുന്നതിന് $236 ദശലക്ഷം ഭാരതം വാഗ്ദാനം ചെയ്തു. അഫ്ഗാനിസ്ഥാനിലെ 9 നദികളിലെ ജലം പാകിസ്ഥാനുമായി പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. കാബുൾ, ഗോമൽ, ഖുറം, പിഷിൻലോറ, കാണ്ഡഹാർ, കഠനായ്, അബ്ദുൽ വഹാബ്, കൈസർ തുടങ്ങിയ നദികളും സിന്ധു നദിയുടെ പോഷക നദിയുമായാണ് പ്രധാനമായും വെള്ളം പങ്കുവയ്ക്കുന്നത്. എന്നാൽ സിന്ധു നദീജല കരാർ പോലുള്ള വ്യവസ്ഥാപിത സംവിധാനങ്ങൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള നദീജല പങ്കുവെപ്പിൽ ഇല്ല. ഈ സാഹചര്യത്തിലാണ് തന്ത്രപരമായ നീക്കവുമായി ഭാരതം മുന്നോട്ട് വരുന്നത്. കാബൂൾ നദിയുടെ പോഷക നദിയിൽ നിർമ്മിക്കുന്ന ഷഹദൂദ് ഡാമിന് $236 ദശലക്ഷം ഭാരതം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഭാരത വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുഠാക്കിയുമായി ഇക്കാര്യം സംസാരിച്ചിരുന്നു. ഡാമിന്റെ നിർമ്മാണത്തിലുള്ള സാങ്കേതിക സഹായവും ഭാരതം നൽകും. സ്വാഭാവികമായും കാബൂൾ നദിയിലേക്ക് ഒഴുകുന്ന വെള്ളം വൻതോതിൽ ഡാമിൽ സംഭരിക്കാനാകും. 3 വർഷത്തിനകം ഡാമിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് നീക്കം. തീർച്ചയായും ഭാരതത്തിന്റെ താൽപ്പര്യങ്ങൾ അനുസരിച്ച് മാത്രമേ ഡാമിലൂടെ പാകിസ്ഥാനിലേക്ക് വെള്ളം തുറന്നുവിടാൻ സാധ്യമാകുകയുള്ളൂ. ഈ നയതന്ത്ര തത്വമാണ് ഭാരതം കൃത്യമായി വിനിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സിന്ധു നദീജലം തടഞ്ഞതോടെ 1 കോടിയിലേറെ ജനം പാകിസ്ഥാനിൽ ഭക്ഷ്യക്ഷാമം നേരിടുമെന്നാണ് കണക്കുകൾ പുറത്തുവന്നത്. 20 ലക്ഷത്തോളം പേർ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തി വീഴും എന്നും കണക്കുകൾ പറയുന്നു. ഈ സാഹചര്യത്തിലാണ് അഫ്ഗാനിസ്ഥാനുമായുള്ള ജലനയതന്ത്ര സഹകരണം ശ്രദ്ധേയമാകുക. മാത്രമല്ല 160 ചരക്ക് ലോറികൾ അട്ടാരി വഴി ഭാരതത്തിലേക്ക് കടക്കാനുള്ള അനുമതിയും സർക്കാർ അഫ്ഗാനിസ്ഥാന് നൽകിക്കഴിഞ്ഞു. അതിർത്തിക്കപ്പുറം ഭീകരതയെ കയറ്റി അയക്കുന്ന പാകിസ്ഥാന് നൽകിയ ശക്തമായ ആഘാതമാണ് വെള്ളം തടഞ്ഞ ഭാരതത്തിന്റെ നടപടിയെന്ന് വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.